എല്ലാവർക്കും നമസ്കാരം. ഇത് തിരുവനന്തപുരം വെള്ളായണി ദേവീക്ഷേത്രത്തിലെ കളങ്കാവിൽ എഴുന്നള്ളത്താണ്. ഇത് എൻ്റെ കൊച്ചച്ഛൻ്റെ മോൻ്റെ ക്ഷണപ്രകാരം ഞങ്ങൾ തിരുവനന്തപുരത്ത് വന്ന് ആ ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞു. അപ്പോൾ അതിനുള്ളൊരു വലിയൊരു അവസരം തന്നതിന് ഈ നിൽക്കുന്ന ശശിക്ക് നന്ദി പറയുന്നു. അപ്പോൾ ഇത് കിഴക്ക് പടിഞ്ഞാറ് തെക്ക് വടക്ക് ദിക്കുകളിൽ ആദ്യമായി കളങ്കാവൽ എഴുന്നള്ളിയതിന് ശേഷമാണ് തിരുമുടി ഘോഷയാത്ര ആരംഭിക്കുന്നതെന്നാണ് പറഞ്ഞത്. ഇത് മിക്ക വീടുകളിൽ ഇതെനിക്ക് പന്തൽ കെട്ടി ദേവിയെ സ്വീകരിക്കാനുള്ള അന്തരീക്ഷമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വെക്കാൻ പറ്റാത്തവർ ഇതെനിക്ക് വിളക്കൊക്കെ വെച്ച് ദേവിയെ സ്വീകരിക്കുന്നുണ്ട്. അപ്പോൾ അനുഗ്രഹം മേടിക്കുന്നുണ്ട്. അപ്പോൾ എന്താ ഓരോ വീടുകളിൽ വന്ന് ഞങ്ങൾ ഈ ഘോഷയാത്രയുടെ കൂടെ ഒരുപാട് ആളുകൾ അതിനെ അനുഗമിക്കുന്നുണ്ട്. ഞങ്ങളും പോയായിരുന്നു അടുത്ത വീട്ടിലെല്ലാം മിക്ക വീടുകളിലും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ കണ്ടതിന് ശേഷം ഞങ്ങൾ വേഗം തന്നെ തിരിച്ച് ശശിയുടെ വീട്ടിൽ വരുന്നതാണ്. അപ്പോൾ ഉടനെ തന്നെ ദേവിക്ക് വേണ്ടിയുള്ള വിളക്കൊക്കെ കത്തിച്ച് വെക്കുന്ന അതിനൊക്കെ ആളുകളുണ്ട്. പെട്ടെന്ന് തന്നെ ഓരോരോ വീടുകളിൽ വന്ന് പൂജ ചെയ്യാനുള്ള ആളുകൾ പെട്ടെന്ന് തന്നെ വന്ന് ഓരോന്ന് ചെയ്യുന്നതാണ് കേട്ടോ. വിളക്കൊക്കെ ഒരുക്കുന്നതുമല്ല. അപ്പം ഞങ്ങളെല്ലാം ആളുകളെല്ലാം ഇങ്ങനെ കാത്തു നിൽക്കുന്ന അവിടുന്ന് ഒരുപാട് ആളുകൾ വരും. ആ നാട്ടിലുള്ളവരെല്ലാം ഈ തിരുമുടി ഘോഷയാത്രയുടെ പുറവിന് വരുന്നുണ്ട്. ഞങ്ങളും 2-3 വീടുകളിലൊക്കെ ഞങ്ങളും പോയായിരുന്നു. കണ്ടതാ ഇങ്ങനെ കൊണ്ടുവന്ന് ആദ്യം കൊണ്ടുപോയ പീഠം കണ്ടല്ല, പീഠത്തിൻ്റെ മുകളിൽ ഈ ദേവി പ്രതിഷ്ഠിച്ചിട്ട് പൂമാലയൊക്കെ ഇട്ട് പിന്നെ ഓരോന്ന് ദേവിക്ക് വേണ്ടിയുള്ള അവിലും മലരും പഴവും എല്ലാം വെച്ച് അലങ്കരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ പടത്തിപ്പഴമാണ് ദേവിക്ക് ഇഷ്ടം. അത് എല്ലാ വീടുകളിലുള്ള ആളുകൾ ഈ പടത്തിപ്പഴം പ്രത്യേകം മേടിച്ച് വെച്ചിട്ട് അത് പ്രത്യേക രീതിയിൽ അലങ്കരിച്ച് അതിൻ്റെ മേളിൽ ഈ പൂക്കലയൊക്കെ വെച്ച് പിന്നെ പുഷ്പാഭിഷേകമൊക്കെ നടത്തി പിന്നെ കർപ്പൂരമൊക്കെ ഒഴിഞ്ഞ് അങ്ങനെ ദേവിയെ ഓരോ വീടുകളിലും കൊണ്ടുവന്ന് ഇത് കണക്ക് പൂജാതി കർമ്മങ്ങളൊക്കെ നടത്തും. ഭയങ്കര രസമാണത് കാണാൻ കേട്ടോ. നമ്മളങ്ങൊരു ഭക്തി നിർഭരമായൊരു അന്തരീക്ഷമാണ് അവിടെ അന്നേരം കേട്ടോ. എന്നെ അവിടേക്ക് ക്ഷണിച്ച ശശിക്കും കുടുംബത്തിനും അതുപോലെ നമുക്ക് എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.